വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ 43-ാം പുസ്തകമാണ്. 3 അധ്യായങ്ങളിലായി വിവരിക്കുന്ന സെഫാനിയ പ്രവാചകന്റെ പുസ്തകം. ഈ പുസ്തകത്തിന്റെ മുഖ്യ വിഷയം യഹോവയുടെ ദിവസം, ദൈവത്തിന്റെ നീതിയും ശിക്ഷയും എന്നതാണ്. പക്ഷെ അവസാനം പ്രത്യാശയും പുനഃസ്ഥാപനവും വാഗ്ദാനം ചെയ്യുന്നു. 1-ാം അധ്യായത്തിൽ ദൈവം പ്രഖ്യാപിക്കുന്നു, ദുഷ്ടത കൊണ്ട് മലിനമായ ഭൂമിയിൽ വലിയ ശിക്ഷ വരാനിരിക്കുന്നു. യഹൂദയിൽ നടന്നിരുന്ന വിഗ്രഹാരാധന, അന്യദേവാരാധന, അഹങ്കാരവും സ്വാർത്ഥതയും അക്രമവും അനീതിയും എന്നിവയ്ക്കെതിരെ ദൈവം യഹോവയുടെ ദിവസം പ്രഖ്യാപിക്കുന്നു. ആ ദിവസം ഭയാനകമായിരിക്കും. സമ്പത്തോ പ്രാപവമോ സ്ഥാനമോ ആരെയും രക്ഷിക്കില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഭൂമുഖത്ത് നിന്ന് സർവ്വവും തുടച്ചുമാറ്റും. മനുഷ്യരെയും മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും കടലിലെ മത്സ്യങ്ങളെയും ഞാൻ ഉന്മൂലനം ചെയ്യും. ദുഷ്ടത ഞാൻ തകർക്കും. ഭൂമുഖത്ത് നിന്ന് ഞാൻ മനുഷ്യവംശത്തെ വിച്ഛേദിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. സെഫാനിയ 1-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. 2-ാം അധ്യായത്തിൽ ദൈവം തന്റെ ജനത്തോട് പറയുന്നു, ശിക്ഷ വരുന്നതിന് മുമ്പ് താഴ്മയോടെ എന്നെ അന്വേഷിക്കൂ. രക്ഷിക്കപ്പെടുന്നത് താഴ്മയും നീതിയും അന്വേഷിക്കുന്നവർ മാത്രമായിരിക്കും. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്ന ദേശത്തുള്ള വിനീതരെ, കർത്താവിനെ അന്വേഷിക്കുവിൻ. നീതിയും വിനയവും അന്വേഷിക്കുവിൻ. കർത്താവിന്റെ ക്രോധത്തിന്റെ ദിനത്തിൽ ഒരുപക്ഷെ നിങ്ങളെ അവിടുന്ന് മറച്ചേക്കാം. സെഫാനിയ 2-ാം അധ്യായം 3-ാം തിരുവചനം. 3-ാം അധ്യായത്തിൽ ജെറുസലേമിന്റെ അഴിമതി, ദുഷ്ടനേതാക്കൾ, അന്യായം എന്നിവയെ ദൈവം കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ദൈവം പറഞ്ഞുകൊടുക്കുന്നു, ശിക്ഷയ്ക്ക് ശേഷം ഒരു ശുദ്ധമായ ശേഷിപ്പിനെ ഞാൻ ഉണ്ടാക്കും. ഈ വിശ്വാസിയായ ജനത്തെ ദൈവം സംരക്ഷിക്കുകയും അവരുടെ ഭയങ്ങൾ മാറ്റുകയും ചെയ്യും. മനോഹരമായ ഒരു വാഗ്ദാനം. ദൈവം തന്റെ ജനത്തെ നോക്കി സന്തോഷത്തോടെ പാടുകയും ആനന്ദിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. അന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന അന്ന് ഞാൻ നിങ്ങളെ സ്വദേശത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾ കാണുക, നിങ്ങളുടെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കുമ്പോൾ നിങ്ങളെ എല്ലാ ജനതകളുടെയും ഇടയിൽ ഞാൻ പ്രഖ്യാതരും പ്രകീർത്തിതരുമാക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. സെഫാനിയ 3-ാം അധ്യായം 17-20 തിരുവചനങ്ങൾ. സെഫാനിയയുടെ പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.